First of all, there are different cards, right? On the mix you shuffle. Yes, show your skills again. Yes. Chata seva. Okay. Okay. Over. So, ASLA. Again, if you look at it, different completely. Repetitions of the card, right? What I want you to do, everything is to cut it complete the cut or a angle cards, right? Okay. This card is just the next card, top card. I can't okay. Right. Okay. തിരിച്ചതിനകത്ത് വെച്ചിട്ട് ഷഫിൾ ചെയ്തോളൂ എല്ലാ കാർഡ്സും ഒരുമിച്ച് വെച്ചിട്ട് ഷഫിൾ ചെയ്തോളൂ. ഓക്കെ ഇത്തവണ പെർഫെക്റ്റ് അല്ലേ കറക്റ്റായിട്ട് യെസ് സോ ദെയർ ഈസ് നോ വേ അതിപ്പോൾ എനിക്ക് ട്രാക്ക് ചെയ്യാനായിട്ടൊരു വഴിയില്ലല്ലേ. നൗ ഐ വിൽ ടേക്ക് ദിസ്. ഞാൻ ചിലപ്പോൾ ഒരു 4-5 ചാൻസസ് എടുക്കും കേട്ടോ. ഓക്കെ ഐ വിൽ ട്രൈ. സോ ഓക്കെ ഐ സ്ട്രോങ്ലി ബിലീവ്. ഓക്കെ back cards all no, maybe this one okay okay I strongly believe it's the right one. This is your card. alla 9 no, this one oh adu bangare no okay adenthana black aanu right allayirunnu orappana adallairunnu alle this one sure dark okay one last one. This one? Actually, ഏതാ കാർഡെന്ന് ഓർമ്മ ഉണ്ടായിരുന്നോ? ഒരു കാര്യം ചെയ്യും, കൈ ഇങ്ങനെയൊക്കെ ഇതൊന്നും അല്ലല്ലോ അല്ലേ? കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്തു ലൈക്ക് ഓക്കെ പോട്ടല്ല. എന്തായിരുന്നു കാർഡെന്ന് പറയാമോ? ഏതാ? 6 of heart അല്ലേ? യാ അതൊന്ന് നോക്കാവോ? Yes. So you want to learn this, right? Gurudakshina. Okay. So I'm going to teach you. So first thing, നമ്മൾ ചെയ്യുന്നതിന് ആദ്യമായിട്ട് ആവശ്യം നമുക്കൊരു ഡെക്ക് ഓഫ് കാർഡ്സ് ആണല്ലേ. ഫുൾ കാർഡ്സ് ആവശ്യമാണെന്നൊന്നുമില്ല കേട്ടോ. യു ക്യാൻ ടേക്ക് എനി ഡെക്ക്. സോ പെർഫോം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണെന്നുള്ള കാര്യം ജസ്റ്റ് അവരൊന്ന് കാണിക്കാം അല്ലേ. ദെൻ അവരോട് തന്നെ ഷഫിൾ ചെയ്യാൻ പറയാം. സോ നമുക്ക് ഷഫിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷഫിൾ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കാം. ഇൻ ദിസ് കേസ് ഷഫിൾ ചെയ്യുന്നു അല്ലേ. സോ ഇവിടെ നമുക്ക് അറിയേണ്ടത് ആക്ച്വലി ഫൈനലി വൺസ് നമ്മളല്ലെങ്കിൽ അവർ ഷഫിൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് കാർഡ് നമുക്ക് അറിയണം. ഓക്കെ. സോ ഹിയർ ഇൻ ദിസ് കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ 7 of hearts ആണ് വന്നല്ലേ. സോ ഇത് നമുക്ക് അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റില്ല അല്ലേ. സോ അഗെയിൻ നമ്മൾ ആ ഡെക്ക് തിരിച്ചു വാങ്ങിക്കുന്നു. വി സേ ഓക്കെ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. ദെൻ വി സ്പ്രെഡ് ത്രൂ ആൻഡ് ജസ്റ്റ് ലാസ്റ്റ് കാർഡ് എത്തുന്ന സമയത്ത് വി ജസ്റ്റ് റിമെമ്പർ ഓക്കെ 7 of hearts ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിനകത്ത് ആലോചിക്കുന്നു. റൈറ്റ്. കാഷ്വലി നമ്മൾ ചെയ്യുന്നു, കാർഡ്സ് മാറ്റി വയ്ക്കുന്നു. റൈറ്റ്. സോ നമുക്ക് ഈ ഒരു കാർഡ് അറിയുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഐ വിൽ ആസ്ക് യു എവിടെയെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് കട്ട് ചെയ്യാമെന്ന് ചോദിക്കും അല്ലേ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത് വെച്ചോ. റൈറ്റ്. ദെൻ ഐ സേ ഓക്കെ ഈ കാർഡ്സ് എടുത്തിട്ട് ഒരു ആംഗിളിൽ വെച്ചോളൂ. സോ യു ഗോ ലൈക്ക് ദിസ് അല്ലേ. ഒരു ആംഗിളിൽ അത് പ്ലേസ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ആക്ച്വലി അവർ വിചാരിക്കുന്നത് നമ്മളടുത്ത് അവരടുത്ത് പറയാൻ പോകുന്നത് ആ കാർഡ് എടുക്കാൻ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് അതൊരു റാൻഡ് ആയിട്ടുള്ള കാർഡ് ആണെന്നാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ കട്ട് ചെയ്തത് നമ്മുടെ ആ ടോപ്പ് കാർഡിൽ തന്നെയാണ് കട്ട് ചെയ്ത് വരുന്നത്. റൈറ്റ്. സോ ഹിയർ ഓക്കെ വി ഗോ ലൈക്ക് ദിസ്. വേണമെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ടൈം മിസ് ഡയറക്ഷൻ നമുക്ക് കൊടുക്കാം. അതായത് നമുക്ക് ഈ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് അവരുടെ അടുത്ത് പറയാം സി ആക്ച്വലി ഞാനൊരു 4-5 ചാൻസ് എടുക്കാൻ പോവാണ്, ഐ വിൽ ട്രൈ ടു ഗസ് യുവർ കാർഡ്. ഈ ഒരു മിസ് ഡയറക്ഷൻ വരുന്ന സമയത്ത് അവർ കട്ട് ചെയ്ത ഒരു പോയിന്റ് മറന്നു. സോ ദേ തിങ്ക് യെസ് ഐ ഹാവ്. ഓക്കെ. സോ ഇൻ എ ഗുഡ് വേ. ഓക്കെ. സോ ഈ ഒരു സമയത്ത് അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് നടുക്കുള്ള കാർഡ് അതായത് കട്ട് ചെയ്തത് ഇവിടെയാണ് അല്ലേ. ദേ തിങ്ക് ഇറ്റ്സ് എ റാൻഡം കാർഡ് സൈക്കോളജി അല്ലേ. ഇപ്പോൾ നമ്മൾ പറയണം ഓക്കെ ആ കാർഡ് ഇതൊന്ന് കാണിക്കരുത് നോക്കുക എന്നുള്ള സമയത്ത് നമ്മൾ തിരിഞ്ഞിരിക്കാം. ബിക്കോസ് ഓൾറെഡി വി നോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. സോ ദിസ് ഈസ് ദെൻ ഓഫ് കോഴ്സ് അവിടുത്തെ മിക്സ് ചെയ്യാൻ പറയുന്നു. റാൻഡംലി അവർ മിക്സ് ചെയ്യുന്നു അല്ലേ. നമ്മൾ
ഇനി നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ആ കാർഡിനെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് നാലാമതായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, സോ വളരെ കാഷ്വലായിട്ട് നമുക്കത് ചെയ്യാം. വി ക്യാൻ ഗോ ത്രൂ ദ ഡെക്ക്. നമ്മൾ നോക്കുന്നത് 7 ഓഫ് ഹാർട്സിന് വേണ്ടിയിട്ടാണ്. സോ സ്ലോലി യു ക്യാൻ കാഷ്വലി ഗോ ത്രൂ ദ ഡെക്ക്. ഫൈൻ, 7 ഓഫ് ഹാർട്സ്. ഓക്കെ, ദെൻ അതിൻ്റെ മുകളിൽ 1, 2, 3 കാർഡ്സ് കൂടെ വരണം. ഓക്കെ, ദാറ്റ് മീൻസ് ഫ്രം ബോട്ടം ഇറ്റ് ഈസ് ദ 4th കാർഡ്. ലൈക്ക് 1, 2, 3, 7 ഓഫ് ഹാർട്സ്. ഇത് റാൻഡം 3 കാർഡ്സ് ഏതുകൊണ്ടെങ്കിലും ആവാം, ഡസൻ മാറ്റർ. ഓക്കെ, ദെൻ ഇത് നമ്മൾ അവരടുത്ത് ചെയ്യുന്ന സമയത്ത് ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് വി ക്യാൻ ലൈക്ക് സേ സംതിങ് ലൈക്ക് ഓക്കെ ഐ ആം ഗോണ ട്രൈ ടു ഫൈൻഡ് യുവർ കാർഡ് ബട്ട് കുറച്ച് ചാൻസ് ഞാൻ എടുക്കുന്നുണ്ടാവും. ഐ വിൽ ഷോ യു സം കാർഡ്സ്. ഓക്കെ, ദെൻ നമ്മൾ കാർഡ്സ് ഹോൾഡ് ചെയ്യാൻ പോകുന്ന ഗ്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, നമ്മുടെ 3 or 4 ഫിംഗേഴ്സ്. ഓക്കെ, യൂഷ്വലി ദീസ് 3 ഫിംഗേഴ്സ് നമ്മുടെ കാർഡിൻ്റെ ഈ സൈഡിലായിട്ട് ഹോൾഡ് ചെയ്യാം. യൂഷ്വലി നിങ്ങളുടെ റിംഗ് ഫിംഗർ ഈ ഒരു അറ്റത്ത് വരാം, മിഡിൽ ആൻഡ് പോയിൻറ്റ് ഫിംഗർ ഹിയർ. നിങ്ങളുടെ തമ്പ് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഇതിൽ ഹോൾഡ് ചെയ്യാം. യു ക്യാൻ യൂസ് യുവർ പിങ്കി ഹിയർ. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രിപ്പിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ബട്ട് ഐ ലൈക്ക് ടു യൂസ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഒരു ഗ്രിപ്പ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തിനാണെന്നുള്ള കാര്യം ജസ്റ്റ് ഇൻ എ മൊമെൻറ്റ് പറഞ്ഞുതരാം. സോ കാഷ്വലി നമ്മൾ ഈ ഒരു ഡെക്ക് എടുക്കുന്നു ആൻഡ് വി ഗോ ലൈക്ക് ദിസ് ഈസ് യുവർ കാർഡ്. ഒബ്വിയസ്ലി ആൻസർ ഈസ് നോ അല്ല. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമ്മൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇങ്ങനെയല്ല കാർഡ്സ് എടുക്കുന്നത്. വാട്ട് വി ഡു, നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് നമ്മൾ ആ കാർഡ് എടുക്കുന്നു, ഒന്നുകൂടി ജസ്റ്റ് അവരെ കാണിക്കുന്നു ദിസ് ഈസ് യുവർ കാർഡ്, ദേ സേ നോ. ഓക്കെ, വളരെ ക്യാഷ് കാർഡ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നു അല്ലേ. എഗെയിൻ നെക്സ്റ്റ് കാർഡ് കാണിക്കുന്നു. റൈറ്റ്, എഗെയിൻ വി ഡു ദ സെയിം തിങ്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നില്ല, വി ഗോ ഡൗൺ, ഫേസ് ഡൗൺ ആയിട്ട് സെക്കൻഡ് കാർഡ് നമ്മൾ കാണിക്കുന്നു. ഒബ്വിയസ്ലി നിങ്ങളുടെ കാർഡല്ല. തേർഡ് കാർഡ് കാണിക്കുന്നു, എഗെയിൻ വി ഗോ ഡൗൺ. പക്ഷേ നമുക്കറിയാം 4th കാർഡാണ് ശരിക്കുള്ള കാർഡാണെന്ന് നമുക്കറിയാം. സോ ഹിയർ നമ്മളൊരു ചെറിയൊരു മൂവ് യൂസ് ചെയ്യാൻ പോവാണ്. അതിനെ ഗ്ലൈഡ് എന്നാണ് പറയുക. ഓക്കെ, ഗ്ലൈഡ്. സോ വെരി ഈസി ടു ഡു. നമ്മുടെ ജസ്റ്റ് ആ ഒരു ഗ്രിപ്പ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നു. നമ്മുടെ പിങ്കി ഫിംഗർ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരുന്നു, ഈ കാർഡ് ജസ്റ്റ് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് എ ഗ്ലൈഡ്. ഓക്കെ, റൈറ്റ്. സോ തേർഡ് കാർഡ് കാണിച്ചിട്ട് നമ്മൾ താഴെ പോകുന്ന സമയത്ത് റൈറ്റ്, അപ്പോൾ ഇവിടെ അവർക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ആ ഒരു സമയത്ത് ഗ്ലൈഡ് ചെയ്യുന്നു ആ കാർഡ്. സോ വി ആർ ഇൻ ദിസ് പൊസിഷൻ അല്ലേ. ആൻഡ് ദെൻ നമ്മൾ തേർഡ് കാർഡിന് പകരം സ്ലോലി നമ്മൾ ഡ്രാഗ് ചെയ്യുന്നത് അവരുടെ കാർഡായിരിക്കും. റൈറ്റ്, വി ഗോ ലൈക്ക് ദിസ്. സോ വി ഡ്രാഗ് ദ 7. അപ്പോൾ ഇത് അടിയിലാണെന്ന് ആയതുകൊണ്ട് അവർക്കത് കാണാൻ പറ്റത്തില്ല അല്ലേ. ഈ ഒരു ഏരിയ അവിടെ ഹിഡൻ ആയിരിക്കും. അഗൈൻ ദിസ് ഈസ് വെരി സിമ്പിൾ. ഗോ ലൈക്ക് ദിസ് ആൻഡ് ദെൻ ഈ വരുന്ന സമയത്ത് ഈ ഒരു കവറിൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഗ്ലൈഡ് ചെയ്യാം. യു ക്യാൻ യൂസ് ആക്ച്വലി പിങ്കി ഫിംഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിംഗ് ഫിംഗർ യൂസ് ചെയ്യാം. യു ക്യാൻ ഗ്ലൈഡ്, വെരി സിമ്പിൾ. ഓക്കെ, എടുക്കുന്നു, ഗ്ലൈഡ്, അവർ മൂവ് ചെയ്യുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് കാർഡ് ആക്ച്വലി 7 ആണ്. റൈറ്റ്, സോ ഇത് നമ്മൾ അവരെ കാണിക്കാൻ പാടില്ല അല്ലേ, ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും കാണിക്കാൻ പാടില്ല. സോ വി ജസ്റ്റ് ടേക്ക് ഇറ്റ്, പുട്ട് ഇറ്റ് ദേർ. ആൻഡ് അഗെയിൻ ഓൾറെഡി അവർ ഈ കാർഡ് കണ്ടതാണല്ലേ. സോ ഈ ഒരു സെയിം പൊസിഷനിൽ തന്നെ കാർഡ് ഹോൾഡ് ചെയ്യുക, മുകളിലേക്ക് കൊണ്ടുവരരുത്. ബിക്കോസ് ദേ വിൽ നോ. സോ നെക്സ്റ്റ് അടുത്ത കാർഡും ഗ്ലൈഡ് ലൈക്ക് ആ ഒരു ഗ്ലൈഡിൻ്റെ പൊസിഷനിൽ നിന്ന് തന്നെ നെക്സ്റ്റ് കാർഡും എടുക്കുക. ദെൻ വി ഷോ ദിസ് ഈസ് എ കാർഡ്, ദേ സേ നോ. അപ്പോൾ നമ്മൾ ക്യാഷ്വലി ഡ്രാഗ് ചെയ്യാം. സോ ഇൻ ദിസ് സിറ്റുവേഷൻ നമ്മുടെ ശരിക്കുള്ള കാർഡ് അല്ലെങ്കിൽ സ്പെക്ടേറ്റർ ചൂസ് ചെയ്ത കാർഡ് ടോപ്പിൽ നിന്ന് സെക്കൻഡ് ആയിരിക്കും. റൈറ്റ്, നമുക്കതിനെ ബോട്ടത്തിൽ കൊണ്ടുവരണം. സോ നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ ക്യാഷ്വലായിട്ട് ഒന്നെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് 2 കാർഡ്സ് മാറ്റിയിട്ട് ജസ്റ്റ് അതിനെ ബോട്ടത്തിൽ കൊണ്ടുവരാം ഏറ്റവും ലാസ്റ്റ്. അതെല്ലാം തുടങ്ങി എടുക്കുന്ന സമയത്ത് 2 കാർഡ്സ് എടുത്തിട്ട് സ്റ്റിൽ ഇങ്ങനെ കൊണ്ടുവന്നാലും അത് ബോട്ടത്തിലായിരിക്കും. ഹൗവർ ജസ്റ്റ് ബോട്ടത്തിൽ ആ ഒരു കാർഡ് എത്തിക്കുക. ആൻഡ് ദെൻ അവരുടെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറയുക, ഒന്ന് ഹോൾഡ് ചെയ്തേ. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ചെറിയൊരു പുഷ്, ടോപ്പ് 3 കാർഡ്സ് ചെറിയൊരു പുഷ് കൊടുക്കുക. റൈറ്റ്, ഓക്കെ, യു ക്യാൻ സീ റൈറ്റ്, ചെറിയൊരു ഗ്യാപ്പ് അല്ലേ, ചെറിയൊരു പുഷ് കൊടുക്കുക. ആൻഡ് ദെൻ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ബോട്ടം കാർഡ് അവിടെ ഉണ്ടാവും, ബാക്കി 3 പേരെയും പോകുന്നുണ്ടാവും. അത് അതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്റ്റാണ്. ആൻഡ് യു ഷോ ദാറ്റ് ഈസ് ദ കാർഡ്. ദേ ഗിവ് യു ഗുഡ് റിയാക്ഷൻസ് ഹോപ്പ്ഫുള്ളി. Yes, that's it. Practice. Practice and perfect. Exactly.